to Kaula Celebrity Kitchen Magic. അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യവട്ടങ്ങൾ തന്നെ ഒരുക്കിക്കൊണ്ട് നമ്മളുടെ മത്സരാർത്ഥികൾ റെഡിയായി നിൽക്കുവാണ്. ഇനി ഓരോ ഗ്രൂപ്പായിട്ട് നമുക്ക് വിളിക്കാം. അതായത് ഒരു ഫാമിലി, ഒരു കണ്ടസ്റ്റൻറ്റ് വിത്ത് ഹർ ഫാമിലി ഓർ അങ്ങനെ എല്ലാവരും ഗ്രൂപ്പായിട്ട്. അഞ്ചു, അച്ഛൻ, അമ്മ എല്ലാവരും. അൻവി എന്തു പറയണു? ഇത്രയും ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞു അല്ലേ? അൻവിയാണോ ഇതൊക്കെ ചെയ്തത്? അല്ലേ? വൈറ്റ് പായസം അല്ലേ? ഓക്കെ. അമ്മ തന്നെ ആയിരുന്നു അല്ലേ ഇന്ന് കൂടുതലായിട്ട്? പായസം എല്ലാം അമ്മയാ. പിന്നെ അവിയല് അമ്മ നന്നായിട്ട് അവിയലുണ്ടാകും. ഓക്കെ. ഒരുപാട് സ്പെഷ്യൽ കറി ഉണ്ട്, വെളുത്തുള്ളി കറി. അമ്മ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് മദറിലോ അമ്മ പഠിപ്പിച്ചതാണ്. അത് എപ്പോഴും അമ്മ ഓർമ്മിച്ചുണ്ടാക്കുക. എന്തായാലും വലിയ സന്തോഷമുണ്ട് ഒത്തിരി ഐറ്റംസ് ഒക്കെ ആയിട്ട്. അപ്പം ഞങ്ങളാണല്ലോ ഗസ്റ്റായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഞങ്ങളെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ. ഇതെന്തൊക്കെ കൂട്ടുകറി? വെരിശ്ശേരി. വെരിശ്ശേരി. രണ്ട് തരം റൈസ് അല്ലേ? അതെ അതെ. വെളുത്തുള്ളി ചേർക്കോ അവിയലിൽ? ആ ടൈമിലൊക്കെ അങ്ങനെയല്ല, ചിലർ ചേർക്കും ചിലർ ചേർക്കില്ല. ഞാനൊരു 2 ഉള്ളി ചോളം മാത്രമേ ചേർക്കും. പിന്നെ കൈപ്പക്കയും ചേർക്കും പക്ഷേ അല്ലേ സാധാരണ? അവിയൽ കൈപ്പക്ക ചേർക്കും. പാവയ്ക്ക? പാവക്ക ചേർത്തിട്ടുണ്ട്. ചെറിയൊരു ചേർക്കും അവിയലല്ലേ? കുറച്ച് വ്യത്യാസമുണ്ട്. കുറച്ച് വ്യത്യാസമുണ്ട്. ഇതാണ് ചിക്കൻ ഹാഗിൽ. അതെൻ്റെ
സ്വന്തം. സ്വന്തം. ആ ഓക്കെ, എല്ലാവരുടെയും. അത് ഇൻസ്റ്റന്റ് രസമാണ്, പെട്ടെന്നൊരു ഐഡിയയിൽ വെച്ചിട്ടാണ്. ഒരു ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ. പരിപ്പെല്ലാം ചേർത്തിട്ടുള്ള രസമാണോ? പരിപ്പിട്ടിട്ടില്ല, പക്ഷെ പരിപ്പിൻ്റെ ആ വെള്ളം എടുത്തിട്ട് നല്ല എല്ലാം വെരി നൈസ്, എക്സലൻറ്റ്. താങ്ക് യു വെരി മച്ച്. ഇത്ര നല്ല വിഭവങ്ങൾ ഞങ്ങൾക്കായിട്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോ അച്ഛനും അമ്മയും. അതെ, അച്ഛനും അമ്മയും വലിയ സന്തോഷം, ഭയങ്കര സന്തോഷം. പിന്നെ ഇത് ഇത്രയും വിഭവങ്ങൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അല്ല, പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഈ വെളുത്തുള്ളി കറി ഇതൊക്കെ പലർക്കും അറിയില്ലല്ലോ. ഇതൊരു കുടുംബത്തിൻ്റെ മാത്രം പ്രത്യേകതയായിട്ട് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ കുറേ കാര്യം. ഇപ്പോൾ മഷ്റൂം ഇതെല്ലാം, ഈ രസം എല്ലാം തന്നെ വ്യത്യസ്തമായിട്ടൊക്കെ. ഇനി വീണ എന്തായാലും ഇതെന്താ ഇത് കംപ്ലീറ്റ് ടേബിളിൽ ഇനി സ്ഥലം ബാക്കിയില്ല. നമ്മളിപ്പോ എവിടെ തുടങ്ങുന്ന ഞാൻ എന്തായാലും ഭാവി മദറിലോയും സ്വന്തം സിസ്റ്ററിലോയും എല്ലാവരും കൂടി ചേർന്ന് ഇത്രയും അല്ലേ ഗംഭീരമായിരിക്കുന്നു, രക്ഷയില്ല. ഞങ്ങൾ തുടങ്ങട്ടെ? തുടങ്ങല്ലേ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഞങ്ങൾ ഇതെങ്ങനെ ഇത് ഇത്രയും കഴിച്ചു തീർക്കാം. ചേച്ചി അവിടെ തുടങ്ങി, ഞാൻ ഓക്കെ. അയ്യോ വേണ്ട, അച്ചാറ് തൊട്ട് അല്ലേ? ഇത് മാങ്ങയല്ലേ? മാങ്ങ അച്ചാറ്, പിന്നെ ക്യാബേജ് തോരൻ, അവിയൽ, സാമ്പാർ, പുളിശ്ശേരി, പൈനാപ്പിൾ പുളിശ്ശേരിയാണോ? പൈനാപ്പിൾ രസമാണ്. രസം, ചോറ്, ബ്രെഡ്, പിന്നെ കരിമീൻ പൊള്ളിച്ചത്, ബീഫ് ഒലർത്താണ്, പിന്നെ താറാവ് കറി, മപ്പാസാണോ? മപ്പാസ്, മീൻ വറ്റിച്ചത്, മീൻ വറുത്തത് ആൻഡ് ഫ്രൂട്ട് കസ്റ്റേർഡ്. ഇത് ശരിക്കും അച്ചാർ നമ്മൾ വെറുതെ നമ്മൾ മുളക് പൊടി ഇട്ട് പച്ചയ്ക്ക് ഇൻസ്റ്റന്റ് ആയിട്ട്. അതെ. കൃഷ്ണ വെറുതെ നോക്കി നിൽക്കുകയാണ്. പറ്റില്ല, ഇത് മുഴുവൻ കഴിക്കണം. യു ഹാവ് ടു ടേസ്റ്റ് ഇറ്റ്. അവിയൽ തന്നെ പല സ്ഥലത്തും പല രീതിയായിരിക്കുമല്ലോ അല്ലേ? അവിയൽ എന്ത്
ഏത് കൊള്ളൂല എന്നാണ് നോക്കണേ അല്ലേ? എല്ലാം നല്ലതാണ്. രസവും കുറച്ച് വ്യത്യാസമുണ്ട്. രസം വ്യത്യാസമാണ് അല്ലേ? കുരുമുളക് പൊടി നന്നായിട്ട് വേണം. നല്ല കുരുമുളകിൻ്റെ ടേസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കുറേ ആഹാരം കഴിച്ചിട്ട് ഈ രസം കുറച്ച് കഴിക്കുകയാണെങ്കിൽ എല്ലാം ദഹിക്കുന്ന അല്ല വേറെ ഇങ്ങനെ ചിലപ്പോൾ കുറുക്കി വെച്ചിട്ട് 3-4 ദിവസം വെള്ളം നീട്ടി വെച്ച് കുരുമുളക് പൊടി ഇട്ട് തന്നെ ഉണ്ടാക്കും. ഓ അത് ശരി, അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലേ? കരിമീൻ ബീഫ് സ്ട്രൈക്ക് ചെയ്തു അല്ലേ? നന്നായിരിക്കുന്നു. നല്ല ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് വരുന്നുണ്ട്. നമ്മുടെ സ്പെഷ്യൽ എല്ലാത്തിനും പിന്നെ കോട്ടയത്തിൽ എല്ലാത്തിനും നല്ല എരിവാണ്. ഇച്ചിരി സ്പൈസി ആയിരിക്കും. എരിവ് കൂടുതൽ കഴിക്കുന്നതാണോ? എല്ലാം നല്ല എരിവായിരിക്കും. എരിവ് മീൻ നല്ല സ്പൈസി, വറ്റിക്കുമ്പോഴത്തേക്ക് നല്ല കറക്റ്റ് ആവശ്യം. പുളി എല്ലാം അത് എല്ലാവർക്കും ഇതിനകത്ത് പ്രശ്നം. അതിപ്പോൾ ലാസ്റ്റ് പെട്ടെന്ന് സ്പെഷ്യലായിട്ടൊന്നും ഇല്ല, വെറുതെ ഓക്കെ. ബീഫ് പെർഫെക്റ്റ്. എരിവുണ്ടാവും ചേച്ചി. എക്സലൻറ്റ്. ഒരു കാര്യവും മോശം പറയാനില്ല, അത്രയ്ക്ക് നന്നായിരിക്കുന്നു എല്ലാ ഈവൻ അച്ചാർ പോലും നന്നായി. അച്ചാറ് തൊട്ട് ബീഫൊക്കെ ഭയങ്കര സ്വാദ്. ഈവൻ താറാവ് കറിയും ഫിഷും എന്താ വേണ്ടേ? ഇല്ല, എരിവെന്ന് പറയുന്ന ഒരു സ്വാദാണ് ചില സമയത്ത്. ചില കാര്യങ്ങൾ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ നന്നാവില്ലല്ലോ. അങ്ങനെ തന്നെ വേണം ആ രീതിയിൽ. നിങ്ങളുടെ റീജിയൻ എരിവായാലും മറ്റേ ഒരു റോ ഫീലിംഗ് തോന്നുന്നില്ല. എല്ലാം നല്ല കൂട്ട് പച്ചച്ചുവയൊന്നും ഇല്ല, മനസ്സിലായില്ലേ? നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ള ഒരു മെയിൻ സംഭവമാണ്. അമ്മയുടെ അവിടെ വീട്ടിലാണെങ്കിലും എപ്പോഴും കാണും അല്ലേ? ബീഫ് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ സാധനമാണ്, ഈ ഒലത്തുന്നത്. കൊള്ളാം. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കായിട്ട് ഇത്രയും വിഭവങ്ങൾ നിങ്ങൾ തയ്യാറാക്കി ഇതിൻ്റെ എല്ലാം കൂട്ട് മനസ്സിലാക്കി. ഇതിൽ ആൾക്കാർ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിൽ നിങ്ങളുടെ സ്പെഷ്യൽ രസം, പിന്നെന്താ പറയുക അച്ചാറ്, പിന്നെ ഈ ബീഫ് മെത്തേഡ് വ്യത്യാസമില്ലേ ഓരോ. അപ്പോൾ അത് നിങ്ങളുടെ മാത്രം സ്പെഷ്യലായിരിക്കും ചിലപ്പോൾ. ഒരു പക്ഷേ ഈ പൊള്ളിച്ച നിങ്ങളുടേതായ ഒരു രീതി, അതെല്ലാം അതിൻ്റെ റെസിപ്പീസ് എല്ലാം പഠിച്ചിട്ടുണ്ടാവും. അവരെല്ലാം ട്രൈ ഔട്ട് ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നമ്മളെയൊക്കെ കുറിച്ച് കുറെ അഭിപ്രായങ്ങൾ പറയാനുണ്ട്. പറയൂ, ഇവിടെ വന്നിട്ട് എന്താണ് അഭിപ്രായം? കിച്ചൺ മാജിക്കിൽ ഞാൻ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു ശ്ലോകം ആയിട്ട് പറയാം. ഓ അങ്ങനെ അങ്ങനെയൊക്കെയാണ്. മര്യാദക്കൊന്നും പറയില്ല, നമുക്ക് മനസ്സിലാവില്ലല്ലോ, അടിയിട്ടില്ലല്ലോ. അഭിപ്രായം പറയുമ്പോൾ അഞ്ജനയുടെ കൂടെ നിന്നിട്ടല്ലേ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അഭിപ്രായം പറഞ്ഞു. ശരി. അപ്പൊ കുറ്റപ്പെടുത്താനാണ് ഉദ്ദേശം? നമ്മളെ സഹിച്ചു എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അല്ലല്ല, അഞ്ജന ഉൾപ്പെടെ പറയുന്നത്. പറയും. പിതാവേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധർവാൻ്റെയും നാമത്തിൽ എന്നെ ഇന്ന് ഈ ചടങ്ങിന് വിളിച്ച് കുക്കിംഗ് എന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഇമ്മാതിരി കളിപ്പിക്കല് കൊണ്ടെത്തിച്ച ഈ സഹോദരിയെ നീ കാത്തോളണമേ പിതാവേ. പുതിയ ലൈസോ സോ ഇവള് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ ഇമാതിരിയുള്ള പെടുത്തൽ പിടിച്ചു കുക്ക് ചെയ്യാന്ന് പറഞ്ഞ് വിളിച്ച ഇവിടെ കൊണ്ടുവന്ന് പാട്ട്, പിന്നെ ഇത്തരം പരിപാടികൾ. എന്നിട്ട് അതൊന്നും പറഞ്ഞോ? അതൊന്നും നമ്മളോട് അങ്ങനെയൊന്നും പറഞ്ഞില്ല അല്ലേ? നമ്മളെ കുക്കിങ്ങിന് വിളിച്ചല്ലേ? നമ്മളും ഇത് പ്രതീക്ഷിച്ചില്ല. നിങ്ങളുടെ ടാലൻസ് ഒക്കെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ നിങ്ങളെ കൂടെ ഇൻക്ലൂഡ് ചെയ്താണ്. നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത് അല്ലേ അഞ്ജന? അഞ്ജന, നമ്മുടെ ഉദ്ദേശം അത് സർപ്രൈസ് ഗിഫ്റ്റ് പോലെയാണ് ശരിക്കും പറഞ്ഞത്. ശരി ശരി. ഞാൻ കാശൊന്നും തരത്തില്ല, പക്ഷെ ആൾക്കാർ മൊത്തം അറിയില്ലേ, അയ്യോ ദീപയുടെ ഇത്ര കഴിവുള്ള ഒരു ആർട്ടിസ്റ്റ് ആണോ. മാത്രല്ല ഇത് ഒരുപാട് പേര് കാണുന്ന പ്രോഗ്രാം. നാളെ ഗൾഫ് ഷോയൊക്കെ നിറയും. കേൾക്കണ്ട. ആരും കേൾക്കണ്ട. മതിയായി.
പിന്നെ എൻ്റെ കൂടെ സംഗീത ഭയങ്കര ഫ്രണ്ടായിരുന്നു. ഇപ്പോഴാണ് ചേട്ടാ ആണെന്ന് പറയല്ലേ. പിതാവേ എൻ്റെ കൂടെ 2 വർക്കിൽ എത്രയോ കാലങ്ങളായിട്ട് എൻ്റെ കൂടെ നടന്ന ചക്കരെ പൊന്നെ തന്നെ പല എന്നൊക്കെ വിളിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചാണ്. എന്നിട്ടും ഇവിടെ വന്നപ്പോൾ എന്നൊന്നും മൈൻഡ് ചെയ്യോതാ ഒരു പുതിയ ആളെ കിട്ടിയപ്പോൾ അവൻ്റെ കൂടെ അങ്ങോട്ട് പോയിട്ട് എന്നെ മൈൻഡ് ചെയ്യാതെ ഇത്രയും ഫ്രണ്ട്ഷിപ്പായിട്ട് ഇടുന്നപ്പോൾ എൻ്റെ പൊന്നെ കർത്താവേ അവളെ കാത്തുകൊള്ളണമേ. പക്ഷേ എന്നെ കാത്തുക്കണേൻ്റെ പോലെ അവളുടെ തലയിൽ 1-2 മുട്ടും കൊടുത്തിട്ട് അവളെ കാത്തുകൊണ്ട് പോകണമേ. എൻ്റെ പിന്നെ എത്രയും പ്രിയപ്പെട്ട ഫ്രണ്ടിനെ എനിക്ക് ഇങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അനിലെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലെ പറയാൻ പറ്റുള്ളൂ. അതൊന്നും ഞാൻ പറയുന്നില്ല. അനിലെ കുറിച്ചും പറയാം. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഒരു ചാടിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ പൊന്നു പിതാവേ, ഞാനവിടെ ചെല്ലുമ്പോൾ അവിടെ ഫോണെടുത്ത് വെച്ച് കുത്തിക്കൊണ്ട് കളിക്കുന്ന ചെവിയിൽ ചെറിയ മൈക്രോഫോൺ വെച്ചിട്ട് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെയാണ് കണ്ടത്. പിന്നെ ഞങ്ങളെ കൂടുതൽ പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് പിതാവേ അവരെ വലിയ ബ്രേക്കില്ലാണ്ട് ഫ്രണ്ട്ഷിപ്പുള്ള ആളാണ്. പിതാവേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, അവളെ കാത്തു രക്ഷിക്കണമേ. എന്നാലും കിച്ചൻ മാജിക്കിൻ്റെ കാര്യം വരുമ്പോൾ എന്നെ വിളിച്ച് കൂട്ടുകാരിക്ക് മാർക്ക് കൊടുക്കണമേ, അവളുടെ മാർക്ക് കുറച്ച് താത്തി കൊടുക്കണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിതാവേ, ഒരു കാര്യം ഞാൻ ഇത് തമാശയാണ്. മാർക്ക് ഇല്ല, ഞാൻ പ്രശ്നം. നമ്മളിനി അനില ശ്രീകുമാരൻ ഫാമിലിയുടെ വിഭവങ്ങൾ സ്വാദം നോക്കാൻ പോവാണ്. എന്താണ് ഒരു സന്തോഷം തോന്നുന്നില്ല ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അല്ലേ? ഭയങ്കര ഡിഫറെൻറ്റ്. നമ്മൾ ഇപ്പോൾ കഴിച്ച 2 സെറ്റ് ഓഫ് ഐറ്റംസിനെക്കാട്ടിലും വ്യത്യസ്തം. അപ്പോൾ ഓരോ റീജിയണൽ സ്പെഷ്യാലിറ്റീസ് നമുക്ക് പറയാം. നിങ്ങൾ തമിഴ്നാടാണ് തീമാക്കിയത്. ഇദ്ദേഹത്തിൻ്റെ അല്ലേ അമ്മയുടെ സ്ഥലം, അമ്മയുടെ ഓർമ്മയ്ക്കായി ഡെഡിക്കേറ്റഡ് ടു മദർ എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇന്നത്തെ വിഭവം. അത് തന്നെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് എല്ലാവരും കേൾക്കുമ്പോൾ തന്നെ. മകൻ അമ്മയോടുള്ള ഇഷ്ടം എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷം. പൂമാല എന്നാണ് തമിഴ് പേര്. പൂമാല എന്നാണ്. പൂമാല എന്നായിരുന്നോ? അച്ഛൻ്റെ പേര് രാമസ്വാമി എന്നാണ്. തമിഴ്. ഓക്കെ. എന്താ ഓരോ ഐറ്റമിന്റെ പേര് ഞാൻ പറഞ്ഞു. ഇത് ഉഴുന്നുചോറ്. ഉഴുന്നും ചോറ്, അത് മട്ടൻ വറ്റിച്ചത്. ഓക്കെ. ഇത് അത് വെജിറ്റബിൾ വേണമെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിന്റെ വറ്റിച്ചെടുത്തത്. പിന്നെ അത് നമ്മൾ സാധാരണ ചപ്പാത്തി ചോറിനോട് കൊടുക്കും. അതിന് പകരം നമ്മളത് ആട്ടമാവിന്റെ ഒരട്ടി പോലെ അടാന്ന് പറയും. തമിഴിൽ അടാന്ന് പറയും. എന്താ പറയാ? ഗോതമ്പ് അടാന്ന്. അപ്പൊ തേങ്ങയൊക്കെ ചേർത്തിട്ട്. പിന്നെ മട്ടൺ ഫ്രൈ അത് വെജിറ്റബിൾ തന്നെ ഉരുളക്കിഴങ്ങ് പൊരിച്ചത് കൊണ്ടാട്ടം പോലെ. ഇത് പപ്പടം. പിന്നെ ഇത് അത് കളി. അതൊരു സ്പെഷ്യൽ തമിഴിലെ ഒരു സ്പെഷ്യൽ സാധനമാണ്. കുട്ടികൾ പ്രായമാകുമ്പോൾ കൊടുക്കുന്ന ഒരു മധുരം കളിയാണ് കളി. ഓക്കെ. ഇതിൽ ഏറ്റവും പറഞ്ഞു കേൾക്കുന്നത് ഈ ഉഴുന്ന് ചോറും മട്ടൺ കറി പപ്പടവും കൂട്ടി ഒരു കഴിക്കുന്നത് ഭയങ്കര സ്പെഷ്യലാണ് അല്ലേ?
അതാണ് കുറച്ച് ചൂടോടെ തന്നെ കഴിക്കണം ചിലപ്പോ ഒരു ശരിക്കും പറഞ്ഞാൽ മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടികളൊക്കെ ചോറ് മാത്രം കഴിച്ചിട്ടുണ്ടാവും നമുക്ക് അത് കൂട്ടാനൊന്നും വേണമെന്നില്ല. അല്ല ഇത് വളരെ നല്ലതാണ്, ഹെൽത്തിയാണ് ഉഴുന്ന ചോറ് എന്ന് പറയുന്നത്. ഇത് ഇതുപോലെ കഞ്ഞിയായിട്ടും ഉണ്ടാക്കും ചേച്ചി, ഉഴുന്നും കഞ്ഞിയായിട്ട് കഞ്ഞിയാക്കി ഞങ്ങൾ രാത്രി പറ്റിച്ചെടുത്തേക്കും. ഇത് ചോറ് വാർത്തിട്ടില്ല, ഉഴുന്ന് ഒന്നും വാർത്തിട്ടില്ല, മൊത്തം പറ്റിച്ച് തേങ്ങാപ്പാലിൽ വേവിച്ച് പറ്റിച്ചു. വെരി ഗുഡ്. അപ്പോൾ നമ്മളൊരു ഹെൽത്തി ആഹാരം കഴിക്കാൻ പോകാറ് പ്ലസ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ടേസ്റ്റിങ് തുടങ്ങാം. ഓക്കെ, നമുക്ക് ഉഴുന്ന ചോറ്. മട്ടൻ കഴിക്കില്ല. ഇല്ല, അതിൻ്റെ ഒരു ചാറ് കഴിക്കാം. നല്ല മട്ടൺ ഫ്ലേവേർഡ്. ഒരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് തന്നെയായിരിക്കും ഉരുളക്കിഴങ്ങിൻ്റെയും. നല്ല ഇറച്ചി കഴിച്ച പോലെ ഉണ്ട് ഉരുളക്കിഴങ്ങ്. അതിൻ്റെ കോമ്പിനേഷൻ അതാണ്. ഗുഡ് കറി, എക്സലൻറ്റ്. റൈസസ് നന്നായിട്ടല്ലേ? ഇത് നന്നായിട്ട് മൊരിച്ച അല്ലേ? മുളക് മറ്റേ പൊടിച്ച് കരിയായിട്ട് ഇട്ടതാണ്. നന്നായിരിക്കും. കരിപ്പട്ടി കൂട്ടിയൊരു കളി അല്ലേ? കരിപ്പട്ടിയാണ് അതിൻ്റെ. ഉഴുന്ന്, അരി, ഉഴുന്നുമാവ്, അരിമാവ്, കരിപ്പൊടി, തേങ്ങാപ്പാല്. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഔഷധങ്ങളായിട്ടുള്ള കുറേ പച്ചില സംഭവം കൊടുക്കാം. പക്ഷെ ആ സമയത്ത് അത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല, ആ സമയത്ത് കൊടുക്കില്ല. ഇതല്ലാത്ത സമയത്തും കഴിക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അല്ലേ? ഞാനും അത് വഴക്കായിരുന്നു, ഇത് കൊള്ളൂല്ല എന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു. പക്ഷെ പക്ഷെ അത് ഉണ്ടാക്കി ഭയങ്കര പാടായിരുന്നു. ഒത്തിരി ഇങ്ങനെ ഇളക്കി ഇത്രയും നിറച്ചുണ്ടായിരുന്നത് പറ്റിച്ച് അങ്ങനെ എടുത്തു. അപ്പോൾ അവസാനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കൊള്ളാം, വളരെ നന്നായിരിക്കുന്നു. ഇതെല്ലാം തന്നെ ആരോഗ്യത്തിന് പറ്റിയ കാര്യങ്ങളാണ്. ഇതും അതും അല്ല, കരിപ്പട്ടി നല്ലതാണ്, ഉഴുന്ന് നല്ലതാണ്, അതിലും ഉഴുന്നുണ്ട് ഇതിൽ. പ്ലസ് ഇതെല്ലാം ഭയങ്കര സ്വാദ് ഉള്ള കോമ്പിനേഷൻസ്, വളരെ വ്യത്യസ്തം. ഈ എടുത്ത എഫേർട്ടിന് വളരെ നന്ദി. ഞാൻ ഫുൾ ക്രെഡിറ്റ് ക്രെഡിറ്റ് മുഴുവൻ അവിടെ കൊടുക്കുന്നു ഗ്രഹനാഥന് തന്നെ. മക്കൾക്കും സ്പെഷ്യൽ താങ്ക്സ് അല്ലേ, അനിലേക്ക് വേണ്ടി ഇത്രയും നല്ല വിഭവം. ഓക്കെ, ഇത് പ്രേക്ഷകർക്ക് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. പുതിയ പുതിയ വിഭവങ്ങൾ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ. ഇത് കൂടുതലും മലയാളികൾക്ക് അത് അറിയാൻ വഴിയില്ല. അതാണ്. അപ്പോൾ ഒരു കുറേ ന്യൂ റെസിപ്പീസ് കിട്ടുകയല്ലേ, അവർക്കത് പരിചയമാവട്ടെ. കുറേ നല്ല ഐറ്റം വെറൈറ്റി ആയിരിക്കും, വ്യത്യസ്തമായിട്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. എക്സലൻറ്റ്. താങ്ക് യു.